വ്യാപിക്കുന്ന എബോളയെക്കുറിച്ച് പറയാതെ വേൾഡ് ഇൻ വേർഡ്സ് തുടങ്ങാൻ വയ്യല്ലോ. അതുകൊണ്ട് എബോളയെക്കുറിച്ചാണ് ആദ്യ വാർത്ത. ഇംഗ്ലണ്ടിനൊപ്പം തന്നെ വംശീയതയെ പോറ്റുന്ന രാജ്യമാണ് ഉത്തര അയർലൻഡ്. അവിടെ ഇപ്പോൾ വീണ് കിട്ടിയ ഒരു സംഭവത്തിൽ പിടിച്ചു വംശീയ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ കൊണ്ടു നടന്ന എല്ലാ വിദ്വേഷവും ഇപ്പോൾ തെരുവിൽ നടപ്പിലാക്കുന്ന അവസ്ഥയാണ് അവിടെ. ഉത്തര അയർലൻഡിൽ നിന്നുള്ള വാർത്തകളും തുടർന്ന് ലെബനാനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളും ഇത്തവണ വേൾഡ് ഇൻ വേർഡ്സ് പറയുന്നു. ഇപ്പോൾ എബോളയാണ് ദേശീയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോങ്കോയിൽ നിന്നാണ് എബോള വാർത്തകൾ തുടങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോഴത് പതുക്കെ പലയിടത്തേക്കായി വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്തർദേശീയ പൊതുജനാരോഗ്യ പ്രശ്നമായ എബോളയെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈ എബോള പുതിയ തരമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനെതിരായ വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. കോങ്കോയിലെ ബുനിയയിൽ ഒരു നേഴ്സ് എബോള വന്ന് മരണപ്പെട്ടത് ഈ രോഗത്തിൻ്റെ പകർച്ചയിലേക്ക് വിരൽ ചൂണ്ടിയ ആദ്യ സംഭവമായിരുന്നു. അതോടെ ആ പ്രദേശത്തെ വ്യാപനം വർദ്ധിച്ചു. അവരുടെ ശവസംസ്കാര ചടങ്ങിൽ ആളുകൾ തിങ്ങിക്കൂടിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതെന്നാണ് ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരണാനന്തര ക്രിയകൾക്കെല്ലാം പ്രോട്ടോകോൾ വെച്ചിരിക്കുകയാണ് സർക്കാർ. രോഗത്തിന്റെ പകർച്ച കുറയ്ക്കുന്നതിന് പരസ്പരമുള്ള കെട്ടിപ്പിടിക്കലും കൈപിടിച്ചു കുലുക്കലുമൊക്കെ ഒഴിവാക്കാനും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കോങ്കോയിൽ നിലവിൽ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഏറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ എബോളയും എത്തിയിരിക്കുന്നത്. തൊട്ടപ്പുറമുള്ള റുവാണ്ട കോങ്കോയുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണ്. വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു. ഉത്തര അയർലൻഡിലെ തെരുവുകളിൽ തീ ആളിക്കത്തുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുടിയേറ്റക്കാർക്കെതിരായ തീവ്ര വലതുപക്ഷത്തിൻ്റെ പ്രതിഷേധമാണ് അവിടെ തെരുവുകളിലേക്ക് പടർന്ന് പിടിച്ചിരിക്കുന്നത്. അതിന് കാരണമായത് സുഡാനിൽ നിന്നും അഭയം തേടിയെത്തിയ ഒരു വ്യക്തി വാക്കുതർക്കത്തിനിടയിൽ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നതും. ബെൽഫാസ്റ്റിലായിരുന്നു ഈ അക്രമം നടന്നത്. സർക്കാർ പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം സമാധാനം പാലിക്കാൻ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആളുകൾ അക്രമം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുകയും കടകളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നതിനൊപ്പം ചിലയിടങ്ങളിൽ ആളുകളെ വീട്ടിൽ നിന്നും പുറത്തിറക്കി ആക്രമിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. വംശീയ ന്യൂനപക്ഷമായ ആളുകളുടെ വീടുകളിലേക്കും ആഫ്രിക്കക്കാരുടെ വീടുകളിലേക്കും അതിക്രമിച്ച് കയറി തീയിടുന്നതായി ഉള്ള വാർത്തകളും വരുന്നുണ്ട്. സുഡാനിൽ നിന്നുള്ള കച്ചവടക്കാർ വടക്കൻ അയർലൻഡ് തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ ഒരുപാടുണ്ട്. അവരിപ്പോൾ വൈകുന്നേരം 4 മണിയോടെ കടകൾ പൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. തങ്ങൾ ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് അവർ ഭയക്കുന്നു. നേരത്തെയും ഇത്തരം പ്രതിഷേധങ്ങളും മറ്റും ഉത്തര അയർലൻഡിൽ നടന്നിട്ടുണ്ട്. വിദേശികളായ 2 കുട്ടികൾ ഉൾപ്പെട്ട ലൈംഗികാതിക്രമ കേസിന്റെ പേരിലും അതിനു മുൻപ് ഒരു വിദ്യാർത്ഥിയെ കൊന്ന കേസിന്റെ പേരിലും അഭയാർത്ഥികൾക്കെതിരെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അത്തരക്കാരെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലുകൾക്ക് മുന്നിൽ ഇത് വർണ്ണവിവേചനമല്ല, ദേശസ്നേഹം മാത്രം, ഇനി അഭയാർത്ഥികൾ വേണ്ട എന്ന പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. ഇംഗ്ലണ്ടിൽ ആകെയും ഇത്തരത്തിൽ അഭയാർത്ഥികൾക്കെതിരായ സമരങ്ങൾ ഇടയ്ക്കിടെ നടക്കാറുള്ളതാണ്. വംശീയാതിക്രമങ്ങൾക്കെതിരെ നിൽക്കേണ്ട ഭരണാധികാരികൾ പലപ്പോഴും അക്രമങ്ങൾക്ക് ആവേശം പകരുന്ന കാഴ്ചയും കാണാറുണ്ട്. ബെൽഫാസ്റ്റിൽ നടന്ന അക്രമ സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണമുണ്ടായിരുന്നുവെങ്കിലും പോലീസ് അത് നിഷേധിച്ചിട്ടുണ്ട്. എക്സിന്റെ മുതലാളി ഇലൺ മസ്ക് പക്ഷേ ഈ അക്രമകാരികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. നിരന്തരമായും അത്യുച്ചത്തിലും പ്രതികരിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ലെബനാനിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. തങ്ങളുടെ കഴിവിൻ്റെ എല്ലാ ഭാഗവും പുറത്തെടുത്ത് ലെബനാനികളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പുതിയൊരു വാർത്ത. കുട്ടികൾ വാവിട്ട് കരയുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഡ്രോണുകൾ വരുന്നു എന്നതാണ് പുതിയ വാർത്ത. പാതിരാത്രിയായാലാണ് ഇത്തരം ശബ്ദങ്ങളോടെ ഡ്രോണുകൾ പറന്നെത്തുന്നത്. ചിലപ്പോഴത് സ്ത്രീകളുടെ കരച്ചിലാവാം, കുട്ടികളുടെ അലറിക്കരച്ചിലാവാം, അങ്ങനെ പല വിചിത്ര ശബ്ദങ്ങളും ആവാം. ഇതിലെല്ലാം ഇസ്രായേൽ പല ലക്ഷ്യങ്ങൾ വെച്ചിരിക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന ആളുകളെ ഭയപ്പെടുത്താനും മാനസികമായി തളർത്താനുമുള്ള ഒരു വഴിയായാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നത്. ആളുകൾ ഒഴിഞ്ഞുപോയി പട്ടാളക്കാർ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനും അവരെ തിരിച്ചറിയാനും ഈ വിദ്യ പ്രയോഗിക്കാനാവും. നേരത്തെ ഫലസ്തീനിലും ഇത്തരം വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു അത്രേ. സ്പീക്കറുകൾ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയാണ് അവർ ഡ്രോണുകൾ പറത്തുന്നത്. പ്രത്യേകിച്ച് രാത്രിയിലായിരുന്നു ഇത്തരം ഡ്രോണുകൾ പറത്തിയിരുന്നത്. തൊട്ടടുത്ത സ്ഥലത്ത് ആളുകൾക്ക് എന്തോ ഭീകരമായ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പലപ്പോഴും ഈ ശബ്ദം കേട്ടവർ വിശ്വസിച്ചിരുന്നത്. ഇത് അവരെ മാനസികമായി തളർത്തിയിരുന്നു അത്രേ. ഇത് ഡ്രോണുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് എന്ന് മനസ്സിലാക്കിയാലും അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനും വയ്യ. കാരണം ഇസ്രായേലിൻ്റെ തന്ത്രം തന്നെ അതാണ്. ശരിക്കുള്ള കരച്ചിലുകളും ഈ സ്പീക്കറിലെ കരച്ചിലുകളും തമ്മിൽ ആളുകൾ തിരിച്ചറിയരുത് എന്ന കുടില ബുദ്ധി. സ്ഥിരമായി ഡ്രോണുകളിലെ കരച്ചിലുകൾ കേട്ടാൽ ശരിക്കും സഹായത്തിനായി ആര് കരഞ്ഞാലും
ആളുകൾ ഡ്രോണുകളിൽ നിന്നുള്ള ശബ്ദമാണെന്ന് കരുതി അവയെ അവഗണിക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. ആളുകളെ നിരീക്ഷിക്കാൻ മാത്രമായിരുന്നു ആദ്യം ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നത് അത്രേ. പിന്നീട് ഇത്തരം ഭയപ്പെടുത്തലുകൾക്കും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും ചിലപ്പോഴൊക്കെ അക്രമം നടത്തുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ യുദ്ധത്തിൽ ഇതിനോടകം 10 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കുട്ടികൾ 3.5 ലക്ഷത്തോളം വരും. വിദ്യാഭ്യാസവും കുടുംബവും ചികിത്സയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. താൽക്കാലികമായ ചില സംവിധാനങ്ങളിലൂടെ അവർ പഠിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ച വിദ്യാഭ്യാസമല്ല അവർക്ക് ലഭിക്കുന്നത്. 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പോഴും 1ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് പഠിക്കുന്നത്. കോവിഡും ബെയ്റൂത്ത് സ്ഫോടനവും ഒക്കെ തകർത്ത് കളഞ്ഞ അവരുടെ പഠന സംവിധാനത്തിന് മേലാണ് ഇപ്പോൾ യുദ്ധവും വന്ന് പതിച്ചിരിക്കുന്നത്. നന്ദി.